എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. The most important thing is multi-sensory learning. നിങ്ങളുടെ സെൻസ് ഓർഗൻസിനെ മാക്സിമം എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് ഈ മൾട്ടി സെൻസറി ലേണിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിഷൻ അതേപോലെ ഓഡിറ്ററി സെൻസസിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയഗ്രാംസ് വരച്ചുകൊണ്ട് അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വീഡിയോ കാണുന്നു. ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, അതിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് എഴുതി പഠിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഏതൊക്കെ സെൻസസ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ വിഷൻ, നിങ്ങളത് കേൾക്കുന്നുണ്ട്, അപ്പോൾ ഓഡിറ്ററി സെൻസസ്, അതേപോലെ നിങ്ങളുടെ കിനസ്തെറ്റിക് സെൻസസ് കൂടി ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ സെൻസ് ഓർഗൻസിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ഈ മൾട്ടി സെൻസറി ലേണിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ്. അടുത്തൊരു മെത്തേഡാണ് ഈ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ഡേ 1 നിങ്ങൾ ഇന്നൊരു കാര്യം പഠിച്ചു. അപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഡേ 3 ആകുമ്പോഴേക്കും നിങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ നോക്കാതെ തന്നെ ഒരു മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റും. എത്രത്തോളം ഓർത്തെടുത്ത് പറയാൻ പറ്റുമെന്ന് നോക്കുക, റിക്കളക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ റിക്കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് പഠിക്കുക. അതിനുശേഷം ഒരു 7ാമത്തെ ദിവസം ഡേ 7 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, നിങ്ങൾക്ക് ആ പഠിച്ച കാര്യം ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും. ആ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആ ടോപ്പിക് എടുത്ത് വായിച്ച് പഠിക്കുക, സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഒരു ഡേ 14 14ാമത്തെ ദിവസം നിങ്ങൾ ഇതേ കാര്യം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ മിസ്സായിട്ടുള്ള കാര്യം ഒന്നുകൂടി എടുത്ത് പഠിക്കുക. അങ്ങനെ നിങ്ങളൊരു ഗ്യാപ്പിട്ട് ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുത്ത് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം പറ്റുന്നുണ്ട്, മിസ്സായി പോകുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് നിങ്ങളിപ്പോൾ ഒരു പഠിക്കുന്ന കാര്യം നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് അത് പോവുക. അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ്ഡ് റെപ്പിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ വേണമല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബാച്ചസിനെ നോക്കുകയാണെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈം ടേബിളിൽ ഇന്ന ദിവസം ഇത്ര വീഡിയോസ് കാണണം, ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് ആ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല, ബാച്ചിൽ ഇല്ലാത്ത മക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിപ്പോൾ ഒരു ഇത്ര വീഡിയോ കാണും, ഒരു ഇത്ര നമ്പർ ഓഫ് വീഡിയോസ് കാണും, ഇത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിച്ചു തീർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്ര വീഡിയോസ് കാണുന്നു, ഇത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യുന്നു, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി ഒട്ടിക്കുക. അതേപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ആ ദിവസം കഴിയുമ്പോഴേക്കും ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എല്ലാം അതിനിടയിൽ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച സമയത്തിനുള്ളിൽ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര അധികം ചാപ്റ്റേഴ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക.